കോഴിക്കോട് താമരശ്ശേരിയിൽ ഞാവൽപ്പഴമെന്ന് കരുതി കാട്ടുകായ കഴിച്ച വിദ്യാർത്ഥി ആശുപത്രിയിൽ ചികിത്സ തേടി. താമരശ്ശേരി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായ അഭിഷേകാണ് ചികിത്സ തേടിയത്. കഴിച്ചൊരു പഴമാണ്. പിന്നെ ഇത് ഞാവൽപ്പഴം വെച്ചിട്ട് കഴിച്ച അന്നലെ അന്നപ്പോൾ ചുണ്ടൊക്കെ വീങ്ങി നാശമായിട്ടുണ്ട്. അപ്പോൾ താമരശ്ശേരി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് പോലും പറഞ്ഞ് കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞ് ഇത് ഞാവൽപ്പഴം പോലെ ഉണ്ട്, പക്ഷേ ഇതിൻ്റെ തൊലി പൊളിച്ചാൽ ഒരു മഞ്ഞ കളറാണ്, ഇതിൽ വിഷക്കായ എന്നാണ് പറയുന്നത്. അപ്പോൾ മക്കൾ നല്ല ശ്രദ്ധ, ആരും ദയവ് ഇത് ആരും പോയി പറിച്ച് തിന്നല്ലേ ആരും മക്കളോട് പറയുക. ഇത് ഞാവൽപ്പഴം പോലെ ഉണ്ട് സംഭവം. ഉണ്ട് രാഹുൽ, ഒറ്റനോട്ടത്തിൽ ഞാവലെന്ന് തോന്നും, പക്ഷെ ഞെക്കിയാൽ ഞാവലിന്റെ നമുക്കറിയാം അതിന്റെ വേറൊരു കളറാണ്. അപ്പൊ മഞ്ഞ കളറാണ് എന്നാണ് ഇപ്പൊ അവര് പറഞ്ഞത്. ഈ കുട്ടിക്ക് ഇത് എവിടെ നിന്നാണ് ഈ ഞാവൽപ്പഴം, ഈ ഒരു കാട്ടുപഴം അല്ലെ, അത് കിട്ടിയത് എവിടെ നിന്നാണ്? ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയുണ്ടോ? പ്രശ്നമുള്ള പഴമാണോ ദിവീഷ്? അതായത് ഇവരുടെ വീടിന്റെ സമീപത്തെ പറമ്പിൽ നിന്നാണ് ഈ കായ പറിച്ച് അഭിഷേക് തിന്നത്. കണ്ട് ഞാവൽപ്പഴമാണെന്ന് കരുതി ഒപ്പം രണ്ട് കൂട്ടുകാർ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് അഭിഷേക് പറഞ്ഞത്. കഴിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ചുണ്ട് തടിച്ചു വരികയും മറ്റു ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയുമായിരുന്നു. തുടർന്ന് കുട്ടിയെ താമരശ്ശേരിയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചു. അമ്മയോടൊപ്പം ആശുപത്രിയിലേക്ക് പോയി. പ്രാഥമിക ചികിത്സ അവിടെ നൽകിയതിനു ശേഷമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പിന്നീട് മാറ്റിയത്. ഈ കായയുടെ പേര് കുട്ടി എത്ര വയസ്സുള്ള കുട്ടിയാണ്? എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ? 9ാം ക്ലാസ്. ദുഷ, അതെ, താമരശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഈ കാണുമ്പോൾ ഒറ്റ നോട്ടത്തിലൊക്കെ ഇത് ഞാവല് പോലെ തന്നെയാണ്. അതിന്റെ നിറമാണെങ്കിലും അത് തൊടുന്ന സമയത്തൊക്കെ ഞാവൽക്കായ പോലെ തന്നെയാണ്. പക്ഷെ ഇത് ഞാവലല്ല. കായയുടെ പേര് കൃത്യമായിട്ട് അറിയുകയില്ല. തുടർന്ന് കഴിച്ച് വളരെ പെട്ടെന്ന് തന്നെ ചുണ്ടു കടിച്ചു വന്നു, മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി എന്നാണ് അഭിഷേക് പറഞ്ഞത്. മറ്റു കൂട്ടുകാർ കഴിഞ്ഞ ദിവസം ഇതേ രീതിയിൽ തന്നെ സമാന രീതിയിൽ മറ്റു രണ്ട് കുട്ടികളും ഈ കായ കഴിച്ച് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ കായ പറിച്ച് ഞാവലാണെന്ന് കരുതി കുട്ടികൾ കഴിക്കാൻ നിൽക്കരുത് എന്നാണ് ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാരൊക്കെയും പറയുന്നത്. ഇതങ്ങനെ ഗുരുതരമായ പ്രശ്നങ്ങളില്ല, പക്ഷെ ചുണ്ട് തടിച്ചു വരികയും മറ്റു ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുകയാണ്.